കോൺഗ്രസിലേക്ക് എന്ന വാർത്തകൾക്കിടെ കെപിസിസിയുടെ പരിപാടിയിൽ നടൻ പ്രേംകുമാർ പങ്കെടുക്കും. കെപിസിസി സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് 5:30-ക്കാണ് പരിപാടി. നേരത്തെ പുറത്തിറക്കിയ പരിപാടിയുടെ നോട്ടീസിൽ പ്രേംകുമാറിന്റെ പേര് ഇല്ലായിരുന്നു. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, എല്ലാം പെട്ടെന്നാണോ? ആര്യ, ഇന്നലെ തന്നെ CPM-ന്റെ അനുനയ നീക്കങ്ങളൊക്കെ തന്നെ പാളിയതാണ്. രാത്രിയോടുകൂടി കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി വീട്ടിലെത്തിയതാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ കാണാൻ പ്രേംകുമാർ തയ്യാറായിരുന്നില്ല. അപ്പോൾ തന്നെ അടുത്ത വിസ്മയം പ്രേംകുമാർ ആണോ തരത്തിലൊക്കെ തന്നെ സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും അത് എപ്പോൾ എന്നത് മാത്രമായിരുന്നു ഇനി അറിയേണ്ടിരുന്നത്. അത് ഉടൻ തന്നെ സംഭവിക്കുന്നു. ഇന്ന് വൈകിട്ട് KPCCയുടെ പരിപാടിയിൽ പ്രേംകുമാർ പങ്കെടുക്കുമെന്ന നിർണായകമായ വിവരമാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. വൈകിട്ട് 5:30-ക്ക് KPCC സംസ്കാര സാഹിതി കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന ഉത്സവ് എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ 12-ാം തീയതി മുതൽ കോട്ടയത്ത് ആ പരിപാടി നടന്നു വരികയാണ്. അതിൻ്റെ അവസാന ദിനമാണിന്ന്. ആ പരിപാടിയുടെ മുഖ്യ അതിഥിയായാണ് പ്രേംകുമാർ കോൺഗ്രസിൻ്റെ കൈപിടിക്കാൻ ഒരുങ്ങുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും പ്രേംകുമാർ കോൺഗ്രസിലേക്ക് ആണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അറിയേണ്ടത് പ്രേംകുമാർ കഴക്കൂട്ടത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ്. എന്തായാലും പ്രേംകുമാർ UDF-ന്റെ കൈപിടിക്കാൻ ഒരുങ്ങുന്നു. പ്രേംകുമാർ കോൺഗ്രസിനൊപ്പം ചേരാൻ പോകുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്തുകൊണ്ടാണോ അതല്ലെങ്കിൽ UDF ഒരു പൊതുസ്വതന്ത്ര എന്ന നിലയിലാണ് പ്രേംകുമാറിനെ പരിഗണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത്. എന്തായാലും KPCCയുടെ പരിപാടിയിൽ പ്രേംകുമാർ പങ്കെടുക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ട് 5:30-ക്ക് കോട്ടയത്ത് നടക്കുന്ന KPCC സംസ്കാര സാഹിതിയുടെ ഉത്സവ് എന്ന് പറയുന്ന ഒരു 5 ദിവസമായി അവർ നടന്നു വരുന്ന പരിപാടിയാണ്. ആ പരിപാടിയുടെ അവസാന ദിവസത്തിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി പ്രേംകുമാർ വേദി പങ്കിടും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉൾപ്പെടെ കോട്ടയത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമാണ്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ CPM-നെതിരെ തുറന്ന് പറയുന്ന ആരോപണങ്ങൾ പലതായി ഉയർത്തുന്ന പ്രേംകുമാർ നമ്മൾ കണ്ടതാണ്. അനുനയ നീക്കങ്ങളൊക്കെ തന്നെ പലതവണ പാളിയതാണ്. അതിനാൽ തന്നെ കോൺഗ്രസിനൊപ്പം ചേരാൻ തന്നെ പ്രേംകുമാർ തീരുമാനിക്കുന്നു എന്നാണ് ഏറ്റവും നിർണായകമായ കാര്യം.